الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقتلوا النفس التي حرم الله إلا بالحق ومن قتل مظلوما فقد جعلنا لوليه سلطانا فلا يسرف في القتل إنه كان منصورا. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ അള്ളാഹു അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ നിരീക്ഷിച്ചിട്ടുള്ള ഏതൊരാളും സ്വാഭാവികമായും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ടായിരിക്കും: എന്താണ് മനുഷ്യൻ ഇത്രക്ക് ക്രൂരനാകുന്നത്? കാരണം മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ സ്വന്തം മാതാവിന്റെ കഴുത്തറുത്തു കൊന്ന മകൻ അതിൽ യാതൊരു കുറ്റബോധവും ഖേദവുമില്ലാത്ത അവസ്ഥയിൽ തുടരുന്നു എന്നുള്ളതും, ചെറുപ്രായത്തിൽ വാപ്പ ഇട്ടേച്ചു പോയ ആ അവസ്ഥയിൽ ഉമ്മയാണ് അവനെ പോറ്റി വളർത്തി വലുതാക്കിയത് എന്നതുമൊക്കെ കേൾക്കുമ്പോൾ എത്രമാത്രം മനസ്സ് കടുത്ത് ക്രൂരമായി പോയിട്ടുണ്ട് എന്ന് മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാകും, പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ തന്നെ മറ്റൊരു സംഭവവും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു. അയൽവാസിയെ, സ്വാഭാവികമായും അയൽവാസി എന്ന് പറഞ്ഞാൽ ഏത് ജാതിക്കാരനാണെങ്കിലും ഏത് മതവിശ്വാസിയാണെങ്കിലും തന്റെ തൊട്ടടുത്ത് കഴിയുന്ന ആള് എന്നുള്ള നിലയിൽ ഏത് ആപത്തിലും ഓടിയെത്തേണ്ടവരാണല്ലോ.
പക്ഷേ ആ അയൽവാസിയെ നിഷ്കരുണം കഴുത്തറുത്തു കൊല്ലുകയും ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ ശേഷം ആ സ്ത്രീയുടെ ഭർത്താവിനെയും ആ ഭർത്താവിന്റെ അമ്മയെയും നിഷ്കരുണം വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി. അയാൾക്കും ഒരു കുറ്റബോധമില്ല എന്ന് മാത്രമല്ല, ഇനിയും ഒരു 100 വർഷം നിങ്ങൾ എന്നെ ജയിലിലിട്ടാലും അതിനുശേഷം ഞാൻ ഇനിയും ചില ആളുകളെ വകവരുത്തും എന്ന് പറയുന്ന ഇത്രമാത്രം മനസ്സ് കടുത്തുപോകുന്ന ക്രൂരമായ അവസ്ഥ. ഇതുപോലെ മരണത്തിലേക്ക് എത്തിയിട്ടില്ലാത്ത കുത്തും വെട്ടും അടിപിടികളും ഒക്കെ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതൊന്നും പത്രവാർത്തകളായി മാറാത്ത അവസ്ഥയാണ് എന്നുള്ളതും നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനത്തിന്റെ അടയാളങ്ങളായി പറഞ്ഞ കൂട്ടത്തിൽ കൊലപാതകങ്ങൾ അധികരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദിസുന, പ്രവാചക തിരുമേനി ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു, അന്ന ബൈന യദൈ സാഅത്തി അൽ ഹർജ്, ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി വ്യാപകമായ ഫിത്നകൾ, കുഴപ്പങ്ങൾ സംഭവിക്കും. അപ്പോ സഹാബത്ത് ചോദിച്ചു, ഖീല വമൽ ഹർജു, എന്താണ് പ്രവാചകരെ ആ കുഴപ്പങ്ങൾ, ഹർജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, അൽ കദിബ്, ഒന്ന് വ്യാജ വാർത്തകളാണ്, കളവുകൾ പ്രചരിക്കും. വൽ ഖത്ൽ, അതേപോലെ അതിനോടനുബന്ധമായി കൊലപാതകങ്ങളും നടക്കും. ഹത്താ യഖ്തുല അർ-റജുലു ജാറഹു, എത്രത്തോളം കൊലപാതകങ്ങൾ വ്യാപകമാകുമെന്ന് ചോദിച്ചാൽ, തന്റെ ആപത്തുകളിൽ ഏറ്റവും അടുത്ത് ഓടിയെത്തേണ്ടെന്ന അയൽവാസിയെ പോലും അയാൾ കൊന്നുകളയും. വയഖ്തുല അഖാഹു, സ്വന്തം ഉമ്മയിൽ പിറന്ന സഹോദരനെയും അയാൾ കൊല്ലുവാൻ മടി കാണിക്കുകയില്ല. വയഖ്തുല അമ്മഹു, വാപ്പയുടെ സഹോദരങ്ങളെയും കൊല്ലാൻ മടി കാണിക്കാത്തൊരു കാലം. വയഖ്തുല ഇബ്ന അമ്മിഹി, ആ പിതൃ സഹോദരന്റെ മക്കളെയും കൊല്ലാൻ ദാക്ഷിണ്യമില്ലാത്ത, മടിയില്ലാത്ത, യാതൊരുവിധ മനസാക്ഷിയെയും അംഗീകരിക്കാത്ത രീതിയിൽ കൊലപാതകങ്ങൾ വ്യാപകമാകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഖൂമുസ് സാഅതു ഹത്താ യക്സുറൽ ഹർജു, കുഴപ്പങ്ങൾ അധികരിക്കാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. സ്വഹാബത്ത് ചോദിച്ചു, വമൽ ഹർജു, പ്രവാചകരെ എന്താണ് ആ കുഴപ്പങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഖത്ൽ, അൽ ഖത്ൽ, മനുഷ്യനെ ആ ജീവന് യാതൊരു വിലയും വെക്കാതെ കൊന്നുകളയുക എന്നതാണ് നിഷ്കരുണം. വേറൊരു റിവായത്തിൽ കാണാം, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ പടച്ച റബ്ബ് തന്നെയാണ് സത്യം, ലാ തദ്ഹബുദ് ദുനിയ ഹത്താ യഅതിയ അലന്നാസി യൗമുൻ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല ഇങ്ങനെ ചില ദിവസങ്ങൾ മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടല്ലാതെ. ഏതാണ് ആ ദിവസത്തിന്റെ, ആ കാലത്തിന്റെ പ്രത്യേകത? ലാ യദ്രിൽ ഖാതിലു ഫീമാ ഖുതിൽ, ലാ യദ്രിൽ ഖാതിലു ഫീമാ ഖതൽ, കൊല ചെയ്ത ആൾക്കറിയില്ല ഞാൻ എന്തിനാണ് അയാളെ കൊന്നത് എന്ന്. അതേപോലെ വലൽ മഖ്തൂലു ഫീമാ ഖുതിൽ, കൊല്ലപ്പെട്ടവനും അറിയില്ല എന്തിനാണ് എന്നെ അയാൾ കൊന്നത് എന്നിങ്ങനെ അറിയുക പോലും ചെയ്യാത്ത രീതിയിൽ കൊലപാതകങ്ങൾ വ്യാപകമാകുന്ന അവസ്ഥ മനുഷ്യ സമൂഹത്തിൽ സംഭവിക്കാതെ, ധാരാളമായി അതുണ്ടാകാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല, കടന്നു വരികയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനത്തിന്റെ അടയാളമായി മറ്റൊരു കാര്യം കൂടി ഉണർത്തിയത് ഈ സംഭവങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അഥവാ മദ്യം അല്ലെങ്കിൽ ലഹരി അത് വ്യാപകമാകുമെന്നതാണ്. ഇന്ന മിൻ അശ്റാത്തി സാഅ അൻ യുർഫഅൽ ഇൽം, അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് മതപരമായ വിജ്ഞാനം, പടച്ചറബിനെ കുറിച്ചുള്ള അറിവും ബോധവും ഉയർത്തപ്പെടും. വയസ്ബുതൽ ജഹൽ, അജ്ഞതയായിരിക്കും ആളുകൾക്കിടയിൽ വ്യാപകമായിട്ടുണ്ടാവുക. വയുശ്റബൽ ഖംർ, അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും മദ്യം ധാരാളമായും മോന്തിക്കുടിക്കുന്ന അവസ്ഥയുണ്ടാകും. വയൽഹറസിന, വ്യഭിചാരം വ്യാപകമാകും. ഇങ്ങനെ വ്യാപകമായി മദ്യപാനവും വ്യഭിചാരവും എല്ലാം അധികരിക്കുന്ന, മതബോധമില്ലാത്ത ഒരു കാലഘട്ടം വരാനിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വയക്സുറു ശുർബുൽ ഖംർ, മദ്യപാനം വ്യാപകമാകും എന്ന് തന്നെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ കൊലപാതകങ്ങളും ലഹരി ഉപയോഗങ്ങളും തമ്മിൽ
പരസ്പരം ബന്ധമുള്ളതായി ചിന്തിക്കുന്ന സംഭവങ്ങളെ വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. എവിടെയെല്ലാം മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടോ അത്തരം കൊലപാതകങ്ങളുടെ എല്ലാം ഒട്ടുമിക്ക കൊലപാതകങ്ങളുടെയും അടിപിടികളുടെയും ബാക്ക് ഹിസ്റ്ററി നമ്മളൊന്ന് പരിശോധിച്ചാൽ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ റോൾ അതിൽ നിഷേധിക്കുവാൻ പറ്റാത്ത രീതിയിൽ കാണുവാൻ കഴിയുന്നതാണ്. പരിശുദ്ധ ഇസ്ലാം അതിശക്തമായി വിലക്കിയ തിന്മകളാണ് ഇത് എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യത്തെ സംബന്ധിച്ച്, ലഹരിയെ സംബന്ധിച്ച് പറഞ്ഞത് അത് കുപ്പിയിലാക്കി കുടിക്കുന്ന മദ്യം മാത്രമല്ല. അൽ ഖംർ എന്ന് പറഞ്ഞാൽ കുല്ലു മാ ഖാമറൽ അഖ്ല വഗത്താഹു, മനുഷ്യന്റെ സ്വബോധത്തെ, ബുദ്ധിയെ മറച്ചു കളയുന്ന എല്ലാം. അത് ചിലപ്പോൾ നാവിലൊട്ടിക്കുന്ന സ്റ്റിക്കർ പോലെ ഉണ്ടാകും, അതേപോലെ ഇഞ്ചക്ട് ചെയ്യുന്ന പല രൂപത്തിലുണ്ടാകും, പുകയായി ശ്വസിക്കുന്നതുണ്ടാകും, കുടിക്കുന്നതുണ്ടാകും, ഗുളിക രൂപത്തിൽ കടിക്കുന്നതുണ്ടാകും. ഏത് തന്നെയായിരുന്നാലും നമുക്ക് അല്ലാഹു നൽകിയ വിശേഷ ബുദ്ധിയെ നശിപ്പിച്ചു കളയുന്ന, അതിനെ മറച്ചു കളയുന്ന എന്തെല്ലാം സംഗതികളുണ്ടോ അതിന് അറബി ഭാഷയിൽ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഖംർ എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞ ഹദീസുകളിലെ വാചകങ്ങൾ പരിശോധിച്ചാൽ എത്രമാത്രം അതിന്റെ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, എല്ലാ വൃത്തികേടിന്റെയും മാതാവ് എന്നാണ് പറഞ്ഞത്. അതേപോലെ ഉമ്മുൽ ഫവാഹിഷ്, മ്ലേച്ഛ വൃത്തികളുടെ മാതൃത്വമാണ് വാസ്തവത്തിൽ മദ്യത്തിന് അവകാശപ്പെടുവാനുള്ളത്. അവിടെ നിന്ന് പറഞ്ഞു മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ തിന്മകളുടെയും താക്കോലാണ് ലഹരി എന്നൊക്കെ പറഞ്ഞത് വെറുതെയല്ല എന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മെ തെര്യപ്പെടുത്തുന്നുണ്ട്. വ അക്ബറുൽ കബായിർ, ഏറ്റവും വലിയ പാതകമാണ്, വൻപാപങ്ങളിൽപ്പെട്ടതാണ് മദ്യപാനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ ശരിബഹ, ആരെങ്കിലും മദ്യം ഉപയോഗിക്കുന്നുവെങ്കിൽ, ലഹരിയുടെ പിടുത്തത്തിൽ അയാൾ പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് വൃത്തികേടും ചെയ്യാൻ മടിക്കുകയില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ വഖഅ അലാ ഉമ്മിഹി, സ്വന്തം ഉമ്മയെ പോലും തിരിച്ചറിയാതെ അവന്റെ ലൈംഗികമായ ആവശ്യങ്ങൾക്ക് സ്വന്തം മാതാവിനെ ഉപയോഗപ്പെടുത്തുന്ന ക്രൂരമായ അവസ്ഥയുണ്ടാകും. വഖാലതിഹി വഅമ്മതിഹി, ഉമ്മയുടെ സഹോദരിമാർ, വാപ്പയുടെ സഹോദരിമാർ, ഇങ്ങനെ ആരൊക്കെയാണ് എന്റെ രക്തബന്ധത്തിലുള്ള ആളുകൾ, എന്റെ അടുത്ത ആളുകൾ എന്ന് പോലും അറിയാതെ ക്രൂരതകളും വൃത്തികേടുകളും കാണിക്കാൻ ലഹരിയുടെ പിടുത്തത്തിൽ അകപ്പെട്ടു പോയ ആളുകൾക്ക് കഴിയും, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യുമെന്നാണ്. നമ്മുടെ മക്കളോ കുടുംബത്തിൽ ആരെങ്കിലുമോ ലഹരിയുടെ അടിമയായിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ച് സമാധാനത്തോടുകൂടി അവരുടെ കൂടെ കഴിയാൻ പറ്റുകയില്ല എന്ന സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ അതിനേക്കാൾ എത്രയോ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വൃത്തികേടുകളും ചെയ്യാൻ അവർക്കതിന് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. ഇസ്ലാം അതുകൊണ്ട് തന്നെ ആ ലഹരിയുടെ എല്ലാ വാതിലുകളും, അതിലേക്ക് എത്തിക്കുന്ന എല്ലാ വഴികളും പൊട്ടി അടച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലം യഖ്ബലില്ലാഹു മിൻഹു സ്വലാത 40 യൗമ, മദ്യപിച്ച് ആ ലഹരിയൊക്കെ വന്ന് മാറി പിന്നെ വന്ന് നമസ്കരിച്ച് എന്റെ പുണ്യത്തിലൂടെ ആ തിന്മകളൊക്കെ മായ്ക്കപ്പെടും എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മദ്യം രുചിച്ചവന്റെ 40 ദിവസത്തെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. അപ്പൊ നിസ്കരിക്കുന്ന ഒരാൾക്ക് മദ്യപാനിയാവുവാൻ സാധിക്കുകയില്ല. കഴിഞ്ഞ കാലത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിച്ച് പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടി ഒരു നല്ല ജീവിതം തുടങ്ങുവാനല്ലാതെ രണ്ടും അങ്ങനെ അങ്ങ് സമരസപ്പെട്ടുകൊണ്ട് കൊണ്ടുപോകുവാൻ കഴിയുമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവരുടെ കർമ്മങ്ങൾ പടച്ച റബ്ബ് സ്വീകരിക്കുകയില്ല എന്നാണ്. മാത്രമല്ല അത്തരം സദസ്സുകളിൽ ഞാൻ മദ്യപിക്കുന്നില്ല, ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ല, പക്ഷെ എന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടുള്ള ആ ഫംഗ്ഷനിൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, അതിലെനിക്ക് പങ്കെടുക്കാൻ പറ്റോ? ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കട്ടായം പറയുകയാണ്, തീർത്ത് പറയുകയാണ്. ഫലാ യജ്ലിസു അലാ മാഇദത്തിൻ യുശ്റബു അലൈഹൽ ഖംർ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മദ്യം വിളമ്പുന്ന ഒരു തീൻമേശയിൽ, ആ സദസ്സിൽ ഇരിക്കുവാൻ പോലും പാടില്ല എന്നാണ്. നമുക്കറിയാം മദ്യപാനികളും ലഹരിയുടെ അടിമകളുമായി ഇന്ന് സമൂഹം എഴുതി തള്ളിയിട്ടുള്ള ഏതൊരു മനുഷ്യന്റെയും ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അവരാരും ഒറ്റയടിക്ക് ഒരു ടാങ്ക് മദ്യമകത്താക്കിയ ആളുകളായിരുന്നില്ല. ചിലപ്പോൾ ഒരു പഫ്, അല്ലെങ്കിൽ ഒരു സിപ്പ്, ഒരു ചെറിയ മുറുക്ക്, അല്ലെങ്കിൽ ഒരു വലി,
കമ്പനി കൂടുമ്പോൾ കൂട്ടുകാരുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് പലരും തുറന്നു പറഞ്ഞില്ലേ? അവരുടെ എല്ലാം ജീവിതം എങ്ങനെയാണ് ആ തെന്മയിലേക്ക് പോയി എന്നുള്ളത് കൃത്യമായി പറഞ്ഞു തരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, നമ്മുടെ മക്കളും നമ്മളുമായി ബന്ധമുള്ള ആളുകളും അത്തരം അപകടങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ചുള്ള ജാഗ്രതയും പ്രാർത്ഥനയുമാണ് ഉണ്ടാകേണ്ടത്. അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മുടെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും എല്ലാം ആ ആപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമൂഹത്തിൽ നമ്മൾ കാണുന്നത്, മതം ഇത് ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ എല്ലാ ദൂഷ്യവശങ്ങളും പറഞ്ഞ് അതിലേക്ക് പോകല്ലേ എന്ന് ഗുണകാംക്ഷയോടുകൂടി ഉണർത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മദ്യത്തിന്റെ പോഷക ഗുണങ്ങൾ എണ്ണിപ്പറയുന്ന ജനപ്രതിനിധികളെയാണ്. മദ്യം അങ്ങനെ മോശമായ സംഗതിയൊന്നുമല്ല എന്ന രീതിയിൽ, അതുപോലെ അതൊരു ലിബറൽ ചിന്തയായി, ഒരു സ്വാതന്ത്ര്യത്തിന്റെ രൂപമായ ആളുകൾ വിലയിരുത്തുകയും അങ്ങനെ അവർക്കും അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്, അതുകൊണ്ട് കൂടുതൽ ഔട്ട്ലെറ്റുകൾ തുറക്കുവാനായി മുറവിളി കൂട്ടുന്ന ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മദ്യവും മയക്കുമരുന്നും ആത്മാർത്ഥമായി അത് തടയണമെന്ന് ആർക്ക് തോന്നുന്നുവോ, സമൂഹം ഒത്തൊരുമിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കുന്നുവോ, അപ്പോൾ മാത്രമാണ് നമുക്കതിനെ തടയുവാനും അതിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുവാനും സാധിക്കുകയുള്ളൂ. ഒരു വഴിയിൽ പോയി മദ്യത്തിന്റെ അപകടങ്ങളും അത് പാടില്ല എന്ന് പറയുകയും മറുവഴിയിലൂടെ വന്നിട്ട് അതിനു വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന സംവിധാനമാണെങ്കിൽ അത് എന്താ പറയാ, വിരോധാഭാസം എന്നല്ലാതെ ചെലവഴിക്കുന്ന പൈസക്ക് പോലും ഒരു മൂല്യമില്ലാതെ മദ്യത്തിന്റെ കെടുതികളെ സംബന്ധിച്ച് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി നാം ചെലവഴിക്കുന്ന ഊർജത്തിനും മനുഷ്യ വിഭവശേഷിക്കും സമ്പത്തിനുമൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ അതിന്റെ പിന്നാലെ വന്ന് മദ്യത്തിന്റെ ഔട്ട്ലെറ്റുകൾ വ്യാപകമായി തുറന്നു കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന ദുരന്തം അതാണ്. അതേപോലെ മനുഷ്യ ജീവന് വില കൽപ്പിക്കാത്ത മാതാപിതാക്കളെയും അതേപോലെ തന്നെ രക്തബന്ധുക്കളെയും കുടുംബ ബന്ധങ്ങളെയും ഒന്നും പരിഗണിക്കാത്ത, വാർദ്ധക്യത്തിലും അവശതയിലുമൊക്കെ കഴിയുന്ന ആളുകളെ പരിഗണിക്കാത്ത ഒരു സെൽഫിഷ് സമൂഹമായി, സ്വാർത്ഥതയുടെ മൂർത്ത രൂപങ്ങളായി മാറുകയാണ് ആധുനിക സമൂഹം എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിന്റെയൊക്കെ നാരായ വേര് നമ്മൾ പരിശോധിക്കുമ്പോൾ മതം വലിച്ചെറിയുന്ന പുതിയ സംസ്കാരത്തിന്റെ പരിണതി കൂടിയാണത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മതമാണ് മനുഷ്യന്റെ പുരോഗതിക്കും നന്മക്കും തടസ്സം നിൽക്കുന്നത്, സ്വാതന്ത്ര്യത്തിന് വിഘാതമായി നിൽക്കുന്നത്. അതുകൊണ്ട് മതം എന്തിന് എന്ന് ചോദിക്കുന്ന ക്യാമ്പസുകൾ, അവിടെ പഠിച്ചു വളരുന്ന മക്കൾ, ആ രീതിയിൽ അതൊക്കെ ഒരു വലിയ പുരോഗമനമായി കാണുന്ന സമൂഹം അവരുണ്ടെങ്കിൽ മദ്യവും ലഹരിയുമൊക്കെ വീടകങ്ങളിലേക്ക് നമ്മൾ പോലും അറിയാതെ പുതിയ അതിന്റെ രൂപങ്ങൾ കേട്ടാൽ പ്രായം ചെന്ന ആളുകൾ ഞെട്ടിപ്പോകും. ചിലപ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ കൊണ്ട് ലഹരി ഉപയോഗിപ്പിക്കുന്ന അവസ്ഥയിലേക്കെത്തും. കണ്ണുവേദനിക്കുന്നു, ഉമ്മ എന്റെ കണ്ണിലേക്ക് ഒരു ഐ ഡ്രോപ്പ്, കണ്ണിലെ തുള്ളിമരുന്നായി ഒന്ന് ഉറ്റിച്ചു തരാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ മൂക്കിലേക്ക് ഉറ്റിച്ചു തരാൻ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സാധുവായ മോൻ അല്ലെങ്കിൽ മകൾ ആ രോഗത്തിന്റെ പ്രയാസം കൊണ്ട് അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയാണ് എന്നായിരിക്കും. പക്ഷെ അതിലൂടെ അവർ ലഹരി ആസ്വദിക്കുകയാണ്. ആ രീതിയിൽ അടക്കം ഇന്ന് പരിഷ്കരിച്ച രൂപങ്ങൾ, സിന്തറ്റിക് ലഹരികൾ, രാസലഹരിയുടെ വ്യാപകമായ ഉപയോഗങ്ങൾ സമൂഹത്തിൽ പടർന്നു പന്തലിച്ചിട്ടുണ്ട്. അതിനെ ബോധപൂർവം നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ, ആർക്കും ആരോടും പ്രതിബദ്ധതയും കടപ്പാടുമില്ല എന്ന് പറയുന്ന ഒരു ആശയത്തെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ, പിന്തുണക്കുകയാണെങ്കിൽ, പലപ്പോഴും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആകെ 1-2 മക്കളുണ്ടാവുകയുള്ളൂ. അവർ ചോദിക്കുന്നത് എന്തും, അവർ പറയുന്ന ഏത് കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് സൗകര്യം ചെയ്ത് അവർക്കൊപ്പം നിന്ന് ഒത്താശ ചെയ്യുന്ന ആളുകൾ അവരറിയുന്നില്ല ദുരന്തത്തിന്റെ അഗാധങ്ങളിലേക്കാണ് ആ മക്കൾ നമ്മളെയും കൊണ്ടെടുത്ത് ചാടുന്നത് എന്നത്. സ്വന്തം ഉമ്മയെ കഴുത്തറുത്തു കൊന്ന ആ ചെറുക്കന്റെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഏതു രൂപത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദുനിയാവിൽ വെച്ച് ഒരു മനുഷ്യൻ ഏറ്റവും നന്നായി ഇടപഴകുവാനും ബന്ധം സ്ഥാപിക്കുവാനും ഒക്കെ കടപ്പെട്ടത് അവന്റെ ഉമ്മയോടാണെന്നാണ്. അത് 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഉമ്മയെ കഴുത്തറുത്തു കൊന്നതിന് ശേഷം ഊരിപ്പിടിച്ച ആ വാക്കത്തിയുമായി അവൻ പറയുന്ന വർത്തമാനങ്ങളുണ്ട്. എന്തിനാണ് ഉമ്മയെ നീ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ, അതും അവന്റെ പ്രത്യേകമായ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ വാപ്പ ചെറുപ്പത്തിൽ എട്ടുപോയ ഒരു കുട്ടിയാണ് എന്നുള്ളത് കൂടി അറിയുമ്പോൾ ആ ഉമ്മയാണ് പിന്നെ അവനെ വളർത്തിക്കൊണ്ടുവരുന്നത്. എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് ഞാൻ നൽകിയത് എന്ന് യാതൊരു കൂസലുമില്ലാതെ പറയുന്നത് ഒരു ബോധമുള്ള മനുഷ്യൻ പറയും.
അപ്പൊ എങ്ങനെയാണ് അവൻ അതിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ ലഹരിയാണ്. അതേപോലെ ഈ പറഞ്ഞ മാതാവിനെ പരിഗണിക്കണം, വാപ്പയെ സ്നേഹിക്കണം, അതേപോലെ രക്തബന്ധങ്ങളെ ആദരിക്കണം എന്നൊക്കെയുള്ള എല്ലാ സംഗതികളും ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തെ വരിഞ്ഞു മുറുക്കുന്ന ചങ്ങലക്കെട്ടുകളായി കണ്ട് അത് പൊട്ടിച്ചെറിയലാണ് സ്വാതന്ത്ര്യവും അതേപോലെ തന്നെ പുരോഗമനവും എന്ന് ചിന്തിക്കുന്ന ആശയത്തിലേക്കാണ് സമൂഹം അറിഞ്ഞോ അറിയാതെയോ പോയിക്കൊണ്ടിരിക്കുന്നത്. അയൽവാസികളെ കഴുത്തറുത്ത ആ മനുഷ്യനും കുറ്റബോധമുണ്ടായിട്ടില്ല, ഇനിയും കൊല്ലുമെന്നാണ് പറയുന്നത്. എന്നാൽ മതം പഠിപ്പിക്കുന്നതോ മനുഷ്യന്റെ ജീവന് ആദരവുണ്ട്, വിലയുണ്ട് എന്നാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ, മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു. മറ്റ് ജീവജാലങ്ങളെക്കാൾ മനുഷ്യന് പടച്ചിറപ്പ് ആദരവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അകാരണമായി ന്യായമില്ലാതെ ഒരു മനുഷ്യന്റെ ജീവൻ ഹനിച്ചു കളഞ്ഞാൽ ഇസ്ലാമിന്റെ ഭാഷയിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ ആയത്തിൽ പറഞ്ഞത് അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, ഒരു ജീവൻ ആരെങ്കിലും അകാരണമായി ഹനിച്ചു കഴിഞ്ഞാൽ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരുടെയും ജീവൻ എടുത്തതിന് തുല്യമാണ് എന്നാണ്. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅ, അതേപോലെ ആരെങ്കിലും ഒരു ജീവൻ രക്ഷിക്കുവാൻ പണിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് സമാനമായ പുണ്യമാണ് എന്നാണ്. അത് മതം വേണ്ട എന്ന് പറയുന്നത് സമൂഹത്തിൽ കാണുവാൻ സാധിക്കുകയില്ല. സ്വയം ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾക്കുമൊക്കെ പരിഹാരമായ അത്തരം ആളുകൾ പറയുന്നത് നിങ്ങൾ പോയി ചത്തോ എന്നാണ്. അഥവാ മരണം അല്ലെങ്കിൽ ജീവൻ നശിപ്പിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത സമൂഹം, സങ്കടങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാനുള്ള കുറുക്കുവഴികളായി ലഹരി പ്രൊമോട്ട് ചെയ്യുന്ന സമൂഹം, അതാണ് മതം വേണ്ട എന്ന് പറഞ്ഞു പോകുമ്പോഴൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ നമ്മുടെ മക്കൾ ചിന്തിക്കുകയോ ആ രീതിയിലേക്ക് പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു മുമ്പേ നമ്മൾ പറയാറില്ല കൂമ്പിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന്. മക്കളായിരിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന മതബോധവും തർബിയത്തും പടച്ചറബിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും ഒക്കെയുള്ള പാഠങ്ങൾ പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ ഇത്തരം തിന്മകളിൽ, ക്രൂരമായ കൃത്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്ന മറ്റൊരു കാര്യം അന്ധവിശ്വാസങ്ങളുടെ കടന്നുകയറ്റമാണ്. കഴുത്തറക്കുവാൻ പോയ മനുഷ്യൻ പറയുന്ന വർത്തമാനം മന്ത്രവാദി ഉപദേശിച്ചിട്ടാണ് എന്നാണ്. അഥവാ നീളമുള്ള മുടിയുള്ള ഒരാൾ, അയാളാണ് തന്റെ ഭാര്യയെ താനുമായി തെറ്റിച്ചു കളഞ്ഞത്, തെറ്റിപ്പോകുവാനുള്ള കാരണം. അതുകൊണ്ട് മുമ്പും കൊലപാതകങ്ങൾ നടന്ന പല ചരിത്രങ്ങളും നമ്മൾ വായിക്കുമ്പോൾ സ്വന്തം മക്കളെ കൊന്നു കുഴിച്ചു മൂടിയ ആളുകൾ, അതേപോലെ ഇഷ്ടദേവന്മാർക്ക്, ദേവികൾക്ക് സ്വന്തം മക്കളെ ബലി കൊടുത്ത ആളുകളുടെ കഥ നമ്മൾ വായിക്കുമ്പോൾ ദുർമന്ത്രവാദികളാണ് അതിന്റെ പിന്നിൽ എന്ന് കാണുവാൻ സാധിക്കും. ആത്മീയ ചൂഷകരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അഥവാ മനുഷ്യവധം എത്രമാത്രം കുറ്റകരമായ സംഗതിയാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം പറയുമ്പോൾ മനുഷ്യവധത്തിന്റെ ഗൗരവതരമായ അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കി അതിലേക്ക് പോകുന്ന അതിന് കൂട്ടുനിൽക്കുന്ന എല്ലാ തിന്മകളെയും വിഭാടനം ചെയ്യാൻ, അറുത്ത് നീക്കുവാൻ നമുക്ക് സാധിക്കണം. നരകം അനിവാര്യമാക്കുന്ന കുറ്റമാണത് എന്നുള്ള കാര്യം പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു പവിത്രത നൽകിയ, അല്ലാഹു ആദരവ് നൽകിയ മനുഷ്യ ജീവൻ നിങ്ങൾ ഹനിച്ചു കളയരുത് ന്യായമായ കാരണങ്ങളല്ലാതെ. വധശിക്ഷ അനിവാര്യമാകുന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും അള്ളാഹുവിന്റെ നിയമമാണ്, അത് നടപ്പിലാക്കേണ്ടി വരും. അല്ലാതെ നിസ്സാരമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഊഹാപോഹങ്ങളുടെ പേരിൽ, മന്ത്രവാദിയുടെ ഉപദേശത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയതിന്റെ പേരിൽ ഒക്കെ ഒരു ജീവൻ ഹനിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ പാതകമാണ്. വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താന, ഇനി ആരെങ്കിലും അന്യായമായി ഒരാളെ കൊന്നുപോയിട്ടുണ്ടെങ്കിൽ അയാളുടെ ബന്ധുവിന്, ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ അടുത്ത ബന്ധുക്കൾക്ക് അയാൾക്കെതിരിൽ പ്രതിക്രിയ സ്വീകരിക്കുവാനുള്ള അധികാരവും അവകാശവും അല്ലാഹു വകവെച്ച് നൽകുന്നുണ്ട്. ആ സന്ദർഭത്തിൽ പോലും ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ, എന്റെ ഇന്ന ബന്ധുവിനെ കൊന്നവനല്ലേ, അപ്പോൾ അവനെ വെട്ടിനുറുക്കാം എന്ന് വിചാരിച്ച് അകാരണമായി ആ കൊലപാതകത്തിൽ പോലും, ആ പ്രതിക്രിയയിൽ പോലും അതിന് വിട്ടുപോകരുത്. ഇന്നഹു കാന മൻസൂറ, അയാൾക്ക് തീർച്ചയായും സഹായങ്ങൾ നൽകേണ്ടതുണ്ട്. അഥവാ ആ കുറ്റകൃത്യം ചെയ്ത ആൾക്കെതിരിൽ സ്വാഭാവികമായും നടപടിക്രമങ്ങൾ സ്വീകരിക്കുമ്പോൾ
അതിനു വേണ്ടുന്ന ഒത്താശകളും സൗകര്യങ്ങളും സമൂഹത്തിൽ നിന്നുണ്ടാകേണ്ടതുണ്ട് എന്ന കാര്യവും ഖുർആൻ അവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തീർച്ചയായും സാഹചര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ മറ്റുള്ളവരുടെ കഥകളും വർത്തമാനങ്ങളുമാണ് വായിക്കുന്നതെങ്കിൽ നമുക്കുമുണ്ട് മക്കളും സഹോദരങ്ങളുമൊക്കെ. അവർ ഇതുപോലെയുള്ള അപകടങ്ങളിലേക്ക് എത്താതിരിക്കാൻ കാര്യമായി നമ്മൾ ജാഗ്രതയോടുകൂടി ഇടപെടുകയും നിരീക്ഷിക്കുകയും ചെയ്യണമെന്നാണ് സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ സഹോദരങ്ങളെയും മക്കളെയും ഒക്കെ നല്ല രീതിയിൽ ജീവിച്ച് സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ ഗുണം ചെയ്യുന്ന മക്കളായി, മനുഷ്യരായി ജീവിച്ച് വളരുവാനുള്ള തൗഫീഖ് നൽകി ആദരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങൾക്കുമുള്ള ശരിയായ പരിഹാരം അള്ളാഹുവിന്റെ ദീനിലേക്ക് സത്യസന്ധമായി മടങ്ങുകയല്ലാതെ വേറൊരു മാർഗവുമില്ല എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ മനുഷ്യനോട് അഥവാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഖുർആൻ അള്ളാഹു നൽകിയ ഉപദേശം എടുത്തു പറയുന്നത് ആ രീതിയിലാണ്. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്റെ മാർഗനിർദ്ദേശങ്ങൾ ആര് പിൻപറ്റുന്നുവോ അവർക്ക് കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയോ വരാനിരിക്കുന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ച് ആലോചിച്ച് സങ്കടപ്പെടുകയോ ചെയ്യേണ്ടുന്ന, പേടിക്കേണ്ടുന്ന ഒരവസ്ഥയുണ്ടാവുകയില്ല എന്നാണ്. ദുനിയാവിലും ആഖിറത്തിലും അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വരച്ചു കാണിച്ച നേരായ പാതയിലൂടെ പോവുകയാണെങ്കിൽ നന്മകളല്ലാതെ ഒരു ദുരന്തവും ദുരിതവും ഉണ്ടാവുകയില്ല. രോഗമാണെങ്കിലും കഷ്ടനഷ്ടങ്ങളാണെങ്കിലും ഒക്കെ ആ സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കുവാനുള്ള കരുത്ത് ഈമാനുള്ള ആളുകൾക്ക് അള്ളാഹു നൽകും. അത് ചരിത്രമാണ്, അനുഭവങ്ങളാണ്. ഫമൻ ഇത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖാ. അതേ സംഭവം ഖുർആൻ സൂറത്തുൽ ബഖറയ്ക്ക് ശേഷം സൂറത്ത് ത്വാഹയിൽ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞത്, ആർ എന്റെ മാർഗനിർദ്ദേശങ്ങൾ പിൻപറ്റുന്നുവോ അവർ ഒരിക്കലും വഴിപിഴക്കുകയില്ല, അവർ പരാജിതരാവുകയില്ല എന്നാണ്. അതിനാൽ മക്കൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസം നൽകുന്ന വിഷയത്തിൽ നമ്മൾ ഒരിക്കലും അമാന്തിക്കരുത്. അതൊരു നിസ്സാര സംഗതിയായി കാണരുത്. മക്കൾക്ക് 10,000 കൊടുത്ത് അഡ്മിഷൻ വാങ്ങി മാസം മാസം അതേ രീതിയിൽ വലിയ സംഖ്യകൾ കൊടുത്ത് അവർക്ക് ചെറിയ ക്ലാസ്സുകളിൽ വെച്ച് തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിന് അമിതമായ പ്രാധാന്യം നൽകുമ്പോൾ വാപ്പയെ അംഗീകരിക്കണം, ആദരിക്കണം എന്നുള്ള പാഠം നമ്മൾ പകർന്നു കൊടുത്തിട്ടില്ലെങ്കിൽ ഇവൻ പഠിച്ചു വലുതായി വന്നാൽ ആദ്യത്തെ നിറയൊഴിക്കുന്നത് നമ്മുടെ നെഞ്ചത്തേക്കായിരിക്കും എന്നുള്ള കാര്യം യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മതപരമായൊരു ബാധ്യതയാണ്. അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ വാപ്പമാരോടും ജ്യേഷ്ഠ സഹോദരങ്ങളോടും ഉപദേശിക്കുവാനുള്ള ഒന്നാമത്തെ കാര്യം, വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് റബ്ബിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, ദീനിനെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച്, ഇസ്ലാമിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ധാർമ്മികമായ ബോധവും വിദ്യാഭ്യാസവും നമ്മൾ നൽകണം. അതേപോലെ തന്നെ അവർക്ക് നല്ല കൂട്ടുകെട്ടാണ് എന്ന് ഉറപ്പാക്കുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ കൂട്ടുകൂടി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചെല്ലുമ്പോൾ ഇതൊന്ന് വലിച്ചു നോക്കടാ, ഇതൊന്ന് കുടിച്ചു നോക്കടാ എന്ന് പറയുമ്പോൾ അതിൽ അവർ ഒരിക്കലും നിഷ്കളങ്കമായി കൂട്ടുകാരെ സ്നേഹിച്ച് ആ കൂട്ടത്തിൽ പെടുമ്പോൾ അതിന്റെ അടിമകളായി മാറുവാനുള്ള ആദ്യ സ്റ്റെപ്പായിരിക്കും. അത് വലിയ ദൂരത്തേക്ക് അവരെ കൊണ്ടുപോകുമെന്നുള്ളത് അവരറിയില്ല. അതുകൊണ്ട് എന്റെ മകൻ, എന്റെ മകൾ കൂട്ടുകൂടുന്നത് അത്തരത്തിലുള്ള അധാർമിക പ്രവണതകളുടെ കൂട്ടുകെട്ടിലും വലയങ്ങളിലുമല്ല എന്ന് ഉറപ്പിക്കാൻ ബോധമുള്ള മുതിർന്നവരായ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എന്നാണ്. അതിനൊക്കെ ഉപരി എല്ലാം ശ്രദ്ധിച്ചാലും പടച്ചറബിനോടുള്ള നിരന്തരമായ ദുആ, നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നമ്മൾ ദുആ ചെയ്യാറുണ്ടെങ്കിൽ മക്കളുടെ വിഷയത്തിൽ അതിനേക്കാൾ ഇരട്ടിയായി കൂടുതലായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ദുനിയാവിൽ തന്നെ അപമാനവും ദുരന്തവും നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് മക്കളെ കൊണ്ട് അപഹാസ്യരാകുന്ന, പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ
വന്നുചേരുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി വളർത്തുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 2 മരണവാർത്തകളുണ്ട്. ഒന്ന്, കഴിഞ്ഞ ആഴ്ച നമ്മൾ ദുആ ചെയ്ത അൻസാരി സാഹിബ് എല്ലാ ദിവസങ്ങളിലും നമ്മുടെ പള്ളിയിൽ വരികയും പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ നല്ല കാര്യങ്ങളിലും സഹകരിക്കുന്ന അദ്ദേഹം അള്ളാഹുവിന്റെ വിളിക്കുത്തരമേകി മരിച്ചുപോയ വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അതേപോലെ തന്നെ മുഹമ്മദ് മദനി മരണപ്പെട്ട വിവരം അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഈ സഹോദരങ്ങൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ വിയോഗം കൊണ്ട് സങ്കടപ്പെടുന്ന, പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അതേപോലെ നമ്മുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ വിഷമതകൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കിക്കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായ ശിഫയും ആഫിയത്തും അവർക്കും നമുക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധമിത്രാദികൾക്കും നമ്മളിൽ നിന്ന് കാലേ മരണപ്പെട്ടു പോയ സഹോദരങ്ങൾക്കുമൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم.